ഈ കുടുംബത്തിൽ നിന്ന് ഇനി ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഒരാളെയും വിടാതിരിക്കുന്നതിന്റെ ഒരു അപ്പ പറഞ്ഞു അങ്ങനെയെന്ന് പറയുന്നതിന് എന്താ കാര്യം? ഞാൻ പൂട്ടിയിട്ടിരിക്കുക, വീട്ടിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കീ എന്റെ പോക്കറ്റിൽ പലതവണ പറഞ്ഞിട്ടില്ലേ കുടുംബത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ അങ്ങനെ പറഞ്ഞു. എവിടെ പറഞ്ഞു? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ചാണ്ടിയമ്മനെ ജനങ്ങൾ എങ്ങനെ ഓർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? തൽക്കാലം കുറച്ചു കാലത്തേക്ക് ഞാൻ മരിക്കുന്നില്ല. സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള വെല്ലുവിളി എന്തായിരുന്നു? സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടായാൽ നിങ്ങൾ സമ്മതിക്കുന്നില്ല, ആരും സമ്മതിക്കുന്നില്ല. ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളതേ പറയുന്നുള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റി വേണമെന്നില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ഐഡന്റിറ്റി മാത്രം മതി. തൽക്കാലം അത് മതി. ഈ ഉമ്മൻചാണ്ടി ഫാക്ടറിനെ അല്ലെ പിതാവിന്റെ ഒരു ഫാക്ടറിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. ഞാനെന്ത് പറയാൻ, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഉമ്മൻചാണ്ടി ദ്രോഹിച്ചിട്ടില്ല. കേരളത്തിലെ ഒരു നേതാവും ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചിട്ടില്ല. ഇത്രയും വലിയ ആരോപണം വന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് AK ആന്റണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയെ പ്രൊട്ടക്ട് ചെയ്തു. വിദേശ രാജ്യത്ത് അസംബ്ലി നടക്കുന്ന സമയത്ത് എവിടെയാണ് പോയിട്ടുള്ളത്? അതേ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. 80% എനിക്ക് അറ്റൻഡൻസ് ഉണ്ട്. രാഷ്ട്രീയ പക്വത കാണിക്കാത്ത ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞിട്ട് ഞാനത് മറുപടി. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടൻ ടീമുമായിട്ടൊക്കെ നേരത്തെ ചാണ്ടിക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഒന്നും മാറി. ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും യോജിക്കാൻ പറ്റുമോ? ഒരുപോലെ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളും. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാര്യങ്ങളാണ്. ഇന്നതില്ല. ഒരുമിച്ച് പോവാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താ രാഹുലിനെ തിരിച്ച് സ്വീകരിക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? പാർട്ടിയല്ലേ പുറത്താക്കിയത്, പാർട്ടിയുടെ ലീഡർഷിപ്പ് തീരുമാനിക്കുക. എനിക്കങ്ങനെ അഭിപ്രായം പറയാൻ പറ്റും? വ്യക്തിപരമായിട്ടില്ല, ഞാൻ പറയില്ല. ഞാൻ പാർട്ടിയുടെ തീരുമാനമാണ്. ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നലുണ്ടോ? ആരെ? രാഹുൽ ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നൽ. രാഹുൽ മാത്രമല്ല, നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം അപ്പുറത്തേക്കുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ CPM ആണ്. CPM-നാണെങ്കിൽ ഇതേപോലത്തെ അവസരങ്ങൾ വീണ് കിട്ടിയാൽ അവർക്ക് വളരെ ആക്രമിക്കാൻ വളരെ സൗകര്യമുള്ളൂ. അതുകൊണ്ട് നമ്മളും കൂടി ഇച്ചിരി ജാഗ്രത പുലർത്തണം എന്ന് അഭിപ്രായം. സ്വയം അങ്ങനെ ജാഗ്രത പുലർത്താനുള്ള ഒരു ശ്രമമുണ്ടോ? ഞാൻ ആ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്യും. ചാണ്ടിയുമ്മൻ കുറെ നാളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആള്. ഞാൻ ചിലപ്പോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് പ്രകോപിതനാവരുത്. ആദ്യം തന്നെ ജാമ്യം എടുക്കാറ്. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഒരു പ്രകോപനമില്ല. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട്. അല്ല, ഞാൻ ചിലപ്പോ ചോദിക്കുമ്പോ എന്നോട് പറയാ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതെന്ന് പറയും. അപ്പൊ അതുകൊണ്ടേക്കാണ് ഈ ഒരു സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള വെല്ലുവിളി എന്തായിരുന്നു ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്? അല്ല, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടായാൽ നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാന്നാണ് ചോദിച്ചത്. അപ്പൊ ഉണ്ട് എന്നാണ് അർത്ഥം. സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെന്ന് ആരും സമ്മതിക്കുന്നില്ല. ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളതേ പറയുന്നുള്ളൂ. അതാണ് എന്റെ ചോദ്യം. അതൊരു വെല്ലുവിളിയാണല്ലോ. ഒരു അത്രയും പ്രശസ്തനായ ഒരു അച്ഛന്റെ മകനാവുമ്പോ ചാണ്ടിയുമ്മൻ എന്നല്ല, എല്ലാ പ്രശസ്തരായ മക്കൾക്കും ഉണ്ടാകുന്ന ഏത് ഫീൽഡിലാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമ്പാക്ട് ചെറുതല്ല. എനിക്കൊരു വെല്ലുവിളി അല്ലത്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് പ്രൗഡായിട്ട് കാണും. എനിക്ക് എങ്ങനെ എന്തായാലും അദ്ദേഹത്തിന് മാനായിട്ടിരിക്കാനാണ് സന്തോഷം. അത് സന്തോഷം. അതെല്ലാ അച്ഛന്റെ അത്ര പ്രശസ്തരായ എല്ലാ അച്ഛന്റെയും അല്ലെങ്കിൽ എല്ലാ അമ്മമാരുടെയും മക്കൾക്ക് അങ്ങനെ വേണമെന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി ആവശ്യമില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ഐഡന്റിറ്റി മാത്രം മതി. തൽക്കാലം അത് മതി. അതുകൊണ്ടാണല്ലോ ഞാൻ കോൺഗ്രസിന്റെ പാതയിൽ പോകുന്നത്. കോൺഗ്രസ് എന്നുള്ളത് എന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയത് അദ്ദേഹത്തിലൂടെ കണ്ടിട്ടാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും പാർട്ടി വിട്ട് പോയതായിട്ട് എന്റെ കാഴ്ചയിലില്ല. ഞാൻ ആ പാർട്ടിയോടൊപ്പം നിൽക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ വേറെ ഐഡന്റിറ്റി ആവശ്യമില്ല എനിക്ക്. കോൺഗ്രസ് ആണ് എന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. അപ്പോ ഇങ്ങനെ ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊരു സംഭവമേ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മള് പല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിലും അത് ഫാദറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്, ഇല്ല ഞാൻ പറയത്തില്ല. പക്ഷെ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ MLA ആയിട്ട് ജയിച്ചപ്പോഴും ഞാൻ പറഞ്ഞെന്താ, എൻ്റെ ഫാദർ ജയിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം അതിനൊരു കാരണം ജനങ്ങൾ അങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ. ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ കഴിഞ്ഞ ദിവസവും ഒരു കത്ത് വന്നപ്പോൾ ഉമ്മൻചാണ്ടി MLA എന്ന് പറഞ്ഞ കത്ത് വന്നു. എനിക്ക് അത്ഭുതം തോന്നി. ഉമ്മൻചാണ്ടി MLA അഡ്രസ് ചെയ്ത് വരികയും അത് എൻ്റെ വീട്ടിൽ തിരികെയും. അത് ഞാൻ പറയുന്നത് ഇപ്പോഴും ജനങ്ങൾക്ക് അങ്ങനെയാണ് ഉള്ള കാഴ്ച.
മനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഫാക്ടർ കേരളത്തിന്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ട്. തൽക്കാലം ഉണ്ടെന്ന് പറഞ്ഞാൽ തൽക്കാലം ഒരാള് മരിച്ചിട്ട് 3 വർഷമായില്ലേ. ഈ ജൂലൈ 15 1 മാസം കൂടെ കഴിയുമ്പോൾ 3 വർഷമാവും. അപ്പോൾ അത്രയും നാൾ ഓർത്തിരിക്കുന്നത് അങ്ങനെ ഒരു യൂഷ്വലായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലെ അംഗമായിട്ട് അങ്ങനെ കണക്കാക്കുന്നതുകൊണ്ടാണ് അവർക്ക് മറക്കാൻ പറ്റാത്തത് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ഒരു വീട്ടിൽ ഇപ്പം നമ്മുടെ ഒരു അടുത്ത ബന്ധു നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മരിക്കുന്നില്ല, എപ്പോഴും മനസ്സിൽ കാണും. അപ്പം ഇന്ന് കേരളത്തിന് മനസ്സിൽ അദ്ദേഹം ഉണ്ട് അതേപോലെ ഒരു അടുത്തൊരു കുടുംബത്തിലെ അംഗമായി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ആ നിലവാരത്തിലേക്ക് ചാണ്ടിയമ്മൻ ഉയരുന്നില്ല എന്ന് ആളുകൾ പറയുന്നതിന്റെ ഒരു റിയാക്ഷൻ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ആരും അങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം പുതുപ്പള്ളിയിലെ ജനങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് തെളിയിച്ചുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു ആരോപണം ചോദിക്കട്ടെ, അതായത് ഈ ഉമ്മൻചാണ്ടി ഫാക്ടറിനെ അല്ലെ പിതാവിന്റെ ഒരു ഫാക്ടറിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. ഞാനെന്ത് പറയാൻ, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. അതിലെന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എൻ്റെ ഫാദറിൻ്റെ പേരിൽ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് നടത്തേണ്ട ആവശ്യമുണ്ടോ എനിക്ക്? ഇപ്പം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ കരുതുന്നുണ്ട്, അവരോട് ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കുക. ജനങ്ങൾ മറുപടി പറയട്ടെ എന്നാണ്. വെറുതെ ആരോടും മാത്രം പറഞ്ഞാൽ എന്ത് കാമ്പുണ്ടാവണ്ടേ? വെറുതെ ആരോടും പറഞ്ഞാൽ പോരല്ലോ, കാമ്പുണ്ടാവണ്ടേ? എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അല്ലെ എല്ലാ കാര്യങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ പേര് വെച്ചിട്ട് താങ്കൾ ആ രീതിയിൽ പ്രചരണങ്ങളിലും ചോദിക്കുന്ന സ്വാഭാവികമല്ലേ? ഇവിടുത്തെ ഇലക്ഷനിൽ എല്ലാവരും വെച്ചില്ലേ? 140 മണ്ഡലത്തിലും വെച്ചില്ലേ? അപ്പൊ ഞാൻ മാത്രം വെച്ചു എന്ന രീതിയിൽ പറയും ഞാനെന്തോ വലിയൊരു കാര്യം ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എല്ലാരും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചാണ് എല്ലാവരും വോട്ട്. ഞാൻ എന്റെ ഫ്ലെക്സ് പോലും വെച്ചില്ലല്ലോ. ഞാൻ അതിനകത്ത് ആരുടെയും ഫോട്ടോ പോലും വെച്ചില്ലല്ലോ. എന്റെ ഫോട്ടോ ഉൾപ്പെടെ ആരുടെയും ഫോട്ടോ വെച്ചില്ലല്ലോ. പക്ഷെ ഇവിടെ 139 മണ്ഡലത്തിലും ഫ്ലെക്സ് അടിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി തന്നെയല്ലേ ഗ്യാരണ്ടി വെക്കാതിരിക്കുന്നത്? ഞാനാണോ? കോൺഗ്രസ് പാർട്ടി തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒരു ഗ്യാരണ്ടി വെച്ച് ഉമ്മൻചാണ്ടി പേരിലല്ലേ? അത് മാർക്കറ്റിംഗ് അല്ലല്ലോ. ജനമനസ്സിൽ ആരാണോ നിൽക്കുന്നത് ആ ജനമനസ്സിൽ നിൽക്കുന്ന കാര്യം പാർട്ടി ഓർമ്മിപ്പിക്കുകയാണ്. അതിനകത്തൊരു മാർക്കറ്റിംഗ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പാർട്ടി എന്താ പറയാ ഉപദ്രവിച്ച ഒരാളും കൂടിയാണ് ഉമ്മൻചാണ്ടി. അത് മറക്കരുത്. ഉമ്മൻചാണ്ടിക്ക് പ്രതിസന്ധി വന്ന കാലഘട്ടങ്ങളിൽ പാർട്ടി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ അടങ്ങുന്ന കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഉമ്മൻചാണ്ടി ദ്രോഹിച്ചിട്ടില്ല. കേരളത്തിലെ ഒരു നേതാവും ഉമ്മൻചാണ്ടി ദ്രോഹിച്ചിട്ടില്ല. കേരളത്തിലെ ഒരു പ്രവർത്തകരും ഉമ്മൻചാണ്ടി ദ്രോഹിച്ചിട്ടില്ല. പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ കൂടെ നിർത്താൻ കേരളത്തിലെ നേതാക്കന്മാരുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ആരും ഇല്ലാത്ത എല്ലാവരും അതിന്റെ അർത്ഥം മൈക്ക് വെച്ച് കെട്ടി അനൗൺസ് ചെയ്യണമെന്നാണോ? അല്ലല്ലോ. കോൺഗ്രസിന്റെ രീതി വ്യത്യസ്തമാണ്. CPM-ന്റെ രീതി പോലല്ല കോൺഗ്രസിന്റെ രീതി. കോൺഗ്രസ് എല്ലാ കാലത്തും ഉമ്മൻചാണ്ടി പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ടല്ലേ അദ്ദേഹം 5 വർഷം മുഖ്യമന്ത്രിയെ തികച്ചത്. ഇത്രയും ആരോടും വന്നപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വവും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉമ്മൻചാണ്ടിയിലുള്ള വിശ്വാസം കൊണ്ടല്ലേ 5 വർഷം നിലനിർത്തിയത്. അല്ലാതെ CPM-നെ കണ്ടിട്ടാണോ? അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടാണോ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു പോയി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞ നേതാക്കന്മാർ കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ലേ? അല്ല, അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ എന്താണ് സാഹചര്യത്തെ മനസ്സിലാക്കാൻ അതിന്റെ അർത്ഥം പാർട്ടി പ്രൊട്ടക്ട് ചെയ്യില്ല എന്നാണോ? ചില വ്യക്തിപരമായ ഒപ്പീനിയൻസ് അവർക്ക് കണ്ടു കാണുന്ന ആർക്കാ തെറ്റിദ്ധാരണ ഇല്ലാത്ത? ഈ വാർത്ത കണ്ട് കേരളത്തിലെ ജനം തെറ്റിദ്ധരിച്ചു. അവർക്കൊപ്പം പിന്നീട് ചാണ്ടിയമ്മൻ പോയി നിൽക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ? പുതുപ്പള്ളിയിലെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ? ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ തെറ്റിദ്ധരിച്ചില്ലേ? ശ്രീ ഷാജൻ അറിയാ അദ്ദേഹം വന്ന് ക്ഷമ ചോദിച്ചില്ലേ അവസാനം? അപ്പം ആരാ തെറ്റിദ്ധരിക്കാത്ത? ഇങ്ങനെ വാർത്ത വരുമ്പോൾ വാർത്തയുടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ പല തെറ്റിദ്ധരിക്കും. അതിന്റെ അർത്ഥം പാർട്ടി പ്രൊട്ടക്ട് ഇല്ല എന്നാണ്. ഇത്രയും വലിയ ആരോപണം വന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് AK ആന്റണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയെ പ്രൊട്ടക്ട് ചെയ്തു. അത്തരം നേതാക്കന്മാർക്കൊപ്പം പിന്നീട് ചാണ്ടിയമ്മൻ പോയി നിൽക്കുമ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത്? ഏത് നേതാക്കന്മാരോടൊപ്പം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്നതിന് എനിക്കെന്താ? എന്റെ ഫാദറിനെ പ്രൊട്ടക്ട് ചെയ്ത പാർട്ടി നേതാക്കന്മാരാണ് അവർ. ഞാൻ പറഞ്ഞല്ലോ. പിന്നെയും വളച്ച് ചോദിക്കുക ഇതിന് എങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ. ഈ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്.
അങ്ങനെയുണ്ടോ? അതിനൊന്നും കമന്റ് ചെയ്ത് ആ കാലത്തെ പാർട്ടിയിലെ ഗ്രൂപ്പിസവും ഒക്കെ കൺസിഡർ ചെയ്ത അന്നത്തെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ചാണ്ടിയുമ്മനെ പരിഗണിക്കാതിരുന്നതെന്നുള്ളൊരു ചിന്ത. ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറയാന്നുള്ളതല്ല, അത് യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല. പലപ്പോഴും ചാണ്ടിയുമ്മൻ MLA ആണ്, പുതുപ്പള്ളിയിലെ ആളുകൾക്കൊപ്പം ഉണ്ട്, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുക, പല കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ചാണ്ടിയുമ്മൻ എപ്പോഴും അവൈലബിൾ അല്ല എന്നാണ് പരാതി. അതിലെന്താ പറയാനുള്ളത്? ചാണ്ടിയുമ്മനെ അതിനൊക്കെ മറുപടി പുതുപ്പള്ളി കൊടുത്തു കഴിഞ്ഞു. ഞാൻ പിന്നെയും മറുപടി പറയുന്നതിനാ. അവൈലബിൾ അല്ലാത്തൊരു MLA അവർ വീണ്ടും ഭൂരിപക്ഷം കൂട്ടി ജയിപ്പിക്കുവോ? അതൊക്കെ വ്യാജ വാർത്ത, ഫേക്ക് ന്യൂസ്. വാട്സപ്പ് ന്യൂസ് പോലാണ് ഫേക്ക് ന്യൂസ്. അതിനകത്തൊരു ഫേക്ക് ന്യൂസ് നിങ്ങളുടെ ചാനലിൽ തന്നെ കണ്ടു. ഞാൻ അസംബ്ലിയിൽ ഇല്ലെന്നും നിങ്ങളുടെ ഫേക്ക് ന്യൂസ് ആണത്. കാരണം അസംബ്ലിയിൽ ഇരിക്കുന്ന വെച്ചാൽ എത്ര ശതമാനം അറ്റൻഡൻസ് ഉണ്ട് എനിക്ക് പറയൂ. അസംബ്ലിയിൽ ഇരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അസംബ്ലിയിൽ ഇരിക്കട്ടെ, അദ്ദേഹം അതിനുശേഷം വിദേശയാത്രയ്ക്ക് പോവാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം വിദേശത്ത് യാത്ര അസംബ്ലി സമയത്ത് നടത്തി എന്ന് പറഞ്ഞ ഫസ്റ്റ് ന്യൂസ് ഫേക്ക് ന്യൂസ് ആണത്. എത്ര ശതമാനം അറ്റൻഡൻസ് ഉണ്ട് അത് പറഞ്ഞേ. എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ലല്ലോ. എനിക്ക് 80% 80% എനിക്ക് അറ്റൻഡൻസ് ഉണ്ട്. പിന്നെ വിദേശ രാജ്യത്ത് അസംബ്ലി നടക്കുന്ന സമയത്ത് എവിടെയാ പോയിട്ടുള്ളത്? അതേ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതേപോലെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന വാർത്ത, വാട്സപ്പിൽ വരുന്ന വാർത്ത അദ്ദേഹം അതേപോലെ പറയുകയാണ്. അത് ശരിയല്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അസംബ്ലിയിൽ സജീവമായിട്ട് ഉണ്ട് എന്നാണ് മറുപടി. അല്ലെങ്കിൽ എനിക്ക് എത്ര അറ്റൻഡൻസ് എങ്ങനെ വരുന്നേ? ഞാൻ അസംബ്ലിയിലേ ഇരിക്കുന്നില്ല എങ്കിൽ ഇത്ര അറ്റൻഡൻസ് എങ്ങനെ വരും? ഞാൻ ചോദ്യോത്തര വേളയിൽ അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നു. ഞാനല്ലാതെ ആരാ ഇരിക്കുന്നത് അവിടെ? ഇങ്ങനെ പറയാവോ? ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് പറയാമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഒരു കൺസിഡേർഡ് എഫേർട്ടാണ് എൻ്റെ ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ. അത് കുഴപ്പമില്ല, സ്വാഭാവികമായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്, കുഴപ്പമില്ല. അദ്ദേഹം തിരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്കൊരു രാഷ്ട്രീയ പക്വത ഇല്ല എന്നാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും വിമർശനം. അതിനെങ്ങനെ കാണുന്നത്? അതിന്റെ എക്സാമ്പിൾ പറയൂ, അതിന് ഞാൻ മറുപടി പറയാം. രാഷ്ട്രീയ പക്വത കാണിക്കാത്ത ഈ 2.5 വർഷക്കാലം അല്ലെങ്കിൽ 26 വർഷക്കാലം രാഷ്ട്രീയ പക്വത കാണിക്കാത്ത ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം. അതിന് പലപ്പോഴും ആളുകൾ പറയുന്നത് താങ്കൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഖണ്ഡിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ താങ്കൾ അതിനൊന്നും ശ്രദ്ധയില്ലാതെ താങ്കൾ കുറെ PR വർക്കിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ ഇങ്ങനെ അവനവന്റെ ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് അവരുടെ ആരോപണം. ഞാൻ പറയുന്നത് അത് എവിടെ രാഷ്ട്രീയ പക്വത കുറവ് കാണിച്ചെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദി PR വർക്കിന്റെ ഏറ്റവും ഉന്നതി എത്തിയിട്ട് അത് പക്വതയാണ് ആണോ? ഇവിടെ PR വർക്ക് നടത്തുന്നവരുണ്ട്, അതിനനുസരിച്ച് അവർ മോശമാണെന്നാണ് അർത്ഥം. പ്രധാനമന്ത്രി അദ്ദേഹം വർക്ക് ചെയ്ത് അവിടെ എത്തിയ ഒരാളാണ്, പക്ഷെ അദ്ദേഹത്തിന് PR വർക്കുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു PR ചെയ്യാത്ത ഒരാളാണ്. ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് പക്വത കുറവാണെന്നാണോ പറയുന്നത്? അതാണ് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറയുന്നത് കുറച്ച് കളിയാക്കിയാണെങ്കിൽ കൂടി പറയുന്നത് സൈക്കിൾ യാത്രയെ കുറിച്ചാണ്. സൈക്കിൾ ചവിട്ടി അദ്ദേഹം അതല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. നെതർലാൻഡ്സിന്റെ പ്രധാനമന്ത്രി സൈക്കിളിലാണ് പാർലമെന്റിൽ പോകുന്നത് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നത്. അദ്ദേഹത്തിന് പക്വത കുറവാണോ? അത് ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായ ശൈലികളുണ്ട്. അതിനകത്ത് ഇപ്പോൾ പുതിയൊരു ശൈലി വരുന്നതിന് തെറ്റെന്താ പറയാൻ പറ്റുക? അതൊക്കെയാണ് ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറയുന്നതാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് തന്നെ ഒരു സ്റ്റാൻഡ് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സൈക്കിൾ യാത്രയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏത് സൈക്കിളാണ് ഏറ്റവും ഇഷ്ടം? നേരത്തെ പറഞ്ഞല്ലോ, എന്താ ബൈക്ക് സ്കൂട്ടർ വാങ്ങാൻ പോയപ്പോ സൈക്കിൾ കണ്ടിട്ട് പിന്നെ അത് മതിയെന്ന് തീരുമാനിച്ചു. അതൊരു ഹൈബ്രിഡ് സൈക്കിളാണ്, NBFI എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇപ്പൊ പല കമ്പനീസും ഹൈബ്രിഡ് സൈക്കിൾ ഇറക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് വളരെ എഫക്റ്റീവാണ് എന്ന് ഞാൻ കരുതുക. ഈ സഭയിൽ പോകുമ്പോഴും അങ്ങനെയാണോ ഇപ്പൊ പോകുന്നത്? ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാറിലാണ് പോയിട്ടുള്ളത്. ഇനി ആലോചിക്കുന്നുണ്ട് അങ്ങനെ പോകണമെന്നുള്ളത്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം, ചേഞ്ചിങ് റൂമില്ല. നമ്മുടെ പല രാജ്യങ്ങളിലുള്ള പോലെ നമുക്ക് ഡ്രസ്സ് മാറാനോ അല്ലെങ്കിൽ ഒരു ഫോമൽ വേഷത്തിലേക്ക് മാറാനുള്ള സാഹചര്യമില്ല. അതൊരു ഇഷ്യൂ. ഈ ചാണ്ടിയുമ്മനെ പിടിച്ചു നിർത്തുന്ന ഒരു ജനകീയമായിട്ടുള്ളൊരു ഇമേജ് ആണോ, അതായത് അല്ലെങ്കിൽ ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് ആണോ? എന്താണ് ചാണ്ടിയുമ്മനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം? അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല. പുതുപ്പള്ളി ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അവരെന്നോടൊപ്പം എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു. അവരാണ് എൻ്റെ ശക്തി. അവരാണ് ചാണ്ടിയുമ്മനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ജനകീയ മുഖം എന്ന രീതിയിലേക്കൊക്കെ വളരാൻ അവരാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. അതൊക്കെ അതെനിക്ക് മനസ്സിലായി.
ഞാൻ അടുത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു ജനകീയനായിട്ട് എന്തായാലും ഏത് നേതാവിനാ ജനകീയനാവേണ്ടെന്ന് തോന്നുന്നത് അല്ലേ? നേതാവെന്ന് പറയുന്നത് തന്നെ ജനകീയനാണല്ലോ, ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ജനകീയൻ. അപ്പം ഒരു ജനകീയ മുഖം അതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടാവുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ ജനങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അവരെന്നോടൊപ്പം നിൽക്കുന്നു, പരസ്പര പൂർവ്വമാണല്ലോ. ഞാൻ അവരോടൊപ്പം നിന്നില്ല, ഞാനിപ്പോ ഫുൾ ടൈം വിദേശത്താണ്. എന്താ പറയാ, വർഷത്തിൽ 150 ദിവസം വിദേശത്താണെങ്കിൽ അവരെന്നോടൊപ്പം നിൽക്കൂ. അതേസമയം നാടിന്റെ പ്രശ്നങ്ങൾ ഇടപെട്ട് അവിടെ സജീവമായി പ്രവർത്തിച്ചാൽ അവരെന്നെ കരുതുന്നു, ഞാൻ അവരെ തിരിച്ചു കരുതുന്നു. അത് പരസ്പര പൂരകങ്ങളാണ്. ഈ കുടുംബത്തിൽ നിന്ന് ഇനി ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഒരാളെയും വിടാതിരിക്കുന്നതിന്റെ ഒരു അപ്പ പറഞ്ഞു അങ്ങനെയെന്ന് പറയുന്നതിന് എന്താ കാര്യം? ഞാൻ പൂട്ടിയിട്ടിരിക്കുക. അല്ല, പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പല സ്ഥലങ്ങളിലും അങ്ങനെയാണല്ലോ കാണുന്നത്. കുടുംബത്തിൽ നിന്ന് ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് താങ്കൾ എന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, പലതവണ പറഞ്ഞിട്ടില്ലേ, കുടുംബത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ അങ്ങനെ പറഞ്ഞു. എവിടെ പറഞ്ഞു? എത്രയോ തവണ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കുടുംബത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ പാടുള്ളൂ എന്ന് അപ്പൊ പറഞ്ഞു. പലതവണ ചാണ്ടിയുമൻ തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതാന്ന് പറയും, ഞാൻ പറഞ്ഞു പറയാതെ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എവിടെ അദ്ദേഹം പറഞ്ഞു? രാഷ്ട്രീയ നേതാവ് എവിടെ പറഞ്ഞിട്ടുണ്ട്? രാഷ്ട്രീയത്തിലേക്ക് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞതാണ് പറയുന്നത്, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞാ പറയുന്നത്, എന്റെ സഹോദരിയാണ് പറഞ്ഞത്. അതും രാഷ്ട്രീയ നേതാവല്ല, മത്സര രംഗത്തേക്കുള്ള കാര്യമാണ്. ചാണ്ടിയുമന് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സഹോദരിമാർ മത്സരിക്കുന്നതിലോ വരുന്നതിലോ ഒന്നും ഇപ്പൊ കമന്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പൊ അവര് വരുവാണെങ്കിൽ അവര് വരട്ടെ, അവര് വരുന്നില്ലെങ്കിൽ അവര് വരുന്നില്ല. അവര് പ്രചരണത്തിന് പോകുന്നെങ്കിൽ ആരെങ്കിലും തടഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും മസാല വേണം, ആ മസാല എന്നിൽ നിന്ന് കിട്ടാനുള്ള ശ്രമത്തിലാണിത്. അല്ല, അത് ഞാൻ പലതവണയായിട്ട് നമ്മളിങ്ങനെ വാർത്തകൾ കാണുന്നുണ്ട്, പലതവണയായിട്ട് അവർ ബൈറ്റ് കൊടുക്കുന്നു, അല്ലെ ചാണ്ടിയുമൻ തന്നെ അതിൽ പ്രതികരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അത് അതിന് എന്താണ് യാഥാർത്ഥ്യം നമുക്ക് പറയണല്ലോ, മനസ്സിൽ എന്താണ് അങ്ങനെ ഒരു അവസാനം വരെ അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടോ? മറ്റുള്ളവർക്കും ഓരോരുത്തരും സ്വാതന്ത്ര്യമല്ലേ, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ചാണ്ടിയുമനെ ജനങ്ങൾ എങ്ങനെ ഓർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? തൽക്കാലം കുറച്ചു കാലത്തേക്ക് ഞാൻ മരിക്കുന്നില്ല. അതിന് മരിച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. കുറെ വർഷം നമ്മളിപ്പോ അങ്ങനെയല്ല, രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം വരുന്ന ചാണ്ടിയുമൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ഉണ്ട്, അതിന് ഒരു യാത്രയാണ്. ആ യാത്രയിൽ ചാണ്ടിയുമൻ ആദ്യം ഉണ്ടായിരുന്ന ചാണ്ടിയുമൻ അല്ല ഇപ്പോൾ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുപോലെ ഒരു 10 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് ചാണ്ടിയുമനെ വിലയിരുത്തേണ്ടത്? കേരള രാഷ്ട്രീയം എങ്ങനെയാണ് ചാണ്ടിയുമനെ വിലയിരുത്തേണ്ടത്? ജനങ്ങളൊപ്പം നിൽക്കുന്ന ഒരാൾ എന്ന് മാത്രമേ ഞാൻ പറയൂ. ജനമനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ട്, അതെനിക്കറിയാം. അതിന്നും ഉണ്ടല്ലോ. അപ്പം എനിക്ക് അത് മതി. വേറെ പ്രത്യേകിച്ച് ഓർമ്മിക്കപ്പെടാനായിട്ടൊന്നും ചെയ്യണമെന്നില്ല എനിക്ക്. ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു, അവർക്ക് ബോധ്യമുണ്ട്. അവരെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഞാനും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഒറ്റ ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഒരു നേതാവെന്ന നിലയിൽ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഏതെങ്കിലും അവസാനം അപ്രീഷിയേഷൻ കിട്ടിയല്ലോ. ഞാൻ ഇതൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, വീണ്ടും ചോദിക്കുന്നത് അത് ഫേക്ക് ന്യൂസ് ആണ്, അങ്ങനെ ഒരു ചോദ്യം തിരിച്ചു പറയരുത്. ആദ്യമേ പറയാം, അദ്ദേഹം വളരെ മോശം അവസ്ഥയിൽ കിടന്ന സമയത്ത് ടി സിദ്ദിഖ് അദ്ദേഹത്തെ കാണാൻ വന്നു, താങ്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പോയ ടി സിദ്ദിഖിനെ തിരിച്ചു വിളിച്ചു, വീണ്ടും സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഞാനിന്ന് ചോദിക്കുന്നില്ല, എന്താണ് അവർ പറഞ്ഞതെന്ന് ചോദിക്കുന്നില്ല, പറയാവുന്നതാണെങ്കിൽ അത് പറയാം. തിരിച്ചു വിളിച്ചിരുന്നു, എന്താണ് സംസാരിച്ചത്, നമ്മുടെ കൂടെ നിർത്തണം എന്ന് എന്നോട് പറഞ്ഞു. ഒരുമിച്ച് നിർത്തണം എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. അവസാനമായിട്ട് ഒരുപക്ഷെ ആ രാഷ്ട്രീയമായ കാര്യങ്ങൾ ഷെയർ ചെയ്തു അദ്ദേഹം അതായിരിക്കുമോ? അവസാന കാലത്ത് ടി സിദ്ദിഖിനെ കുറിച്ച് അദ്ദേഹം ചിലപ്പോ ഈ CBIയുടെ വിധി വന്നതായിരിക്കും ചിലപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഓർമ്മയിൽ ഉണ്ടാവുന്ന കാര്യം. ടി സിദ്ദിഖ് വന്ന് തിരിച്ചു വിളിച്ചതൊക്കെ അതായിരിക്കും അവസാനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? രാഷ്ട്രീയമായി നേതാവിനെ പറ്റി പറയുന്നതായിരിക്കും. ചാണ്ടിയുമനോട് തന്നെയാണോ പറഞ്ഞത് അദ്ദേഹം? എന്നോട് തന്നെ വിളിച്ച് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. തിരിച്ചു വിളിച്ചിട്ട് ടി സിദ്ദിഖിനോട് പിന്നെ സംസാരിച്ചു അദ്ദേഹം? അന്ന് സംസാരിക്കാൻ ചെറിയൊരു ഇതുകൊണ്ടുണ്ട്, പക്ഷെ അത് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഓ, ഈ KSRTCയിലെ സ്ത്രീകളുടെ യാത്രയുണ്ടല്ലോ, അത് സത്യത്തിൽ ഇത്തവണ കോൺഗ്രസിന് വലിയൊരു പ്രതീക്ഷ, സ്ത്രീകൾക്ക് വലിയൊരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആ സ്റ്റേറ്റ്മെന്റിലാണ് കുറേയധികം കാര്യങ്ങൾ മുന്നോട്ട് പോയത്.
പുതുപ്പള്ളിയിലെ ആളുകൾ അതിനെ എങ്ങനെയാ കാണുന്നത്? പുതുപ്പള്ളിയിലെ സ്ത്രീകൾ അതിനോട് എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത്? എപ്പോഴെങ്കിലും അത് ആ യാത്ര മാത്രമല്ല, 5 ഗ്യാരണ്ടീസും വളരെ എഫക്റ്റീവായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിന്റെ ഇംപ്ലിമെന്റേഷനാണ് നമുക്ക് അതിന് വേണ്ടത്. പക്ഷേ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ അതിനൊരു പിന്തുണ കൊടുക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെല്ലാം സാധിക്കുമെങ്കിൽ യാത്ര ഫ്രീ ആക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും യാത്ര ചെയ്യട്ടെ. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കർണാടകയിൽ ചെയ്തതുപോലെ വിദ്യാർത്ഥികൾ ഇപ്പം തമിഴ്നാട്ടിൽ സെപ്പറേറ്റ് ബസ് തുടങ്ങുന്നത് കേട്ടു, വിദ്യാർത്ഥിനികൾക്ക് മാത്രമായിട്ട്. ഞാൻ പറയുന്നത് വിദ്യാർത്ഥിനികൾക്ക് സെപ്പറേറ്റ് ബസ്സോ അല്ലെങ്കിൽ അവർക്ക് യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ള ബസ്സിൽ തന്നെ അവർ യാത്ര ചെയ്യട്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ അല്ല, ഞാൻ ചോദിക്കുന്നത് നിരന്തരമായി ഇപ്പം ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം ചാണ്ടിയുമ്മൻ മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനോട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ മണ്ഡലത്തിൽ നടത്തുന്നുണ്ടല്ലോ. അപ്പം ആളുകളുമായിട്ട് കുറച്ചുകൂടെ സംസാരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടോ? എന്റെ ആവശ്യം വെച്ചാൽ 8ഓളം റൂട്ടുകൾ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. ആ പുനഃസ്ഥാപനമാണ് എന്റെ ഫസ്റ്റ് ഡിമാൻഡ്. അത് കഴിഞ്ഞല്ലേ ബസ് ഉണ്ടെങ്കിലല്ലേ യാത്ര ചെയ്യാൻ പറ്റൂ. പല ബസ്സുകളും നിർത്തിവെച്ചിരിക്കുക. പുതിയ റൂട്ടുകൾ തുടങ്ങണം. എൻ്റെ ആവശ്യം അതാണ് ഫസ്റ്റ്. എന്നാലേ യാത്ര സാധ്യമുള്ളൂ. ഞങ്ങളുടെ മണ്ഡലത്തിൽ വളരെ കുറച്ച് ബസ് റൂട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിലുള്ളത് KSRTCയുടെ. അതുകൊണ്ട് ഞാൻ മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടത് 8 റൂട്ടെങ്കിലും പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ തുടങ്ങണം. അതിനകത്ത് പുനഃസ്ഥാപനമാണ്. ബാക്കി 7 തുടങ്ങണം ഞാൻ ആവശ്യപ്പെട്ടു. അതിലെല്ലാം സൗജന്യ യാത്രയാണോ അതോ എങ്ങനെയാണ് പ്ലാൻ? അതല്ല, അത് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളിടത്തുള്ള സൗജന്യം ഇവിടെ അപ്ലൈ ചെയ്യണം. സ്ത്രീകളുടെ ഒരു അഭിപ്രായം എങ്ങനെയാ മണ്ഡലത്തില് ഇത്തരം കാര്യങ്ങളോട് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അവർ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. അപ്പൊ നമുക്കത് ഇച്ചിരി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ബസ്സുകളാണ്. പക്ഷെ മന്ത്രി പറയുന്നത് ബസ്സുകളുടെ അപര്യാപ്തതയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിന്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് കൂടുതൽ ബസ്സുകൾ, കൂടുതൽ റൂട്ടുകൾ വന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബസ് റൂട്ടില്ലാതെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, എന്താണ് ചാണ്ടിയമ്മന്റെ വിവാഹം? എല്ലാരും ചോദിക്കുന്നുണ്ടാവും. എന്നെ അതിന് ചീത്ത പറയണ്ട, ആളുകൾക്ക് കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതുകൊണ്ട് ചോദിക്കാണ്. ഞാൻ ചീത്ത ആരെയും പറയാറില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് തോന്നുകയാണ് ഞാനെന്ത് പറഞ്ഞാലും ചീത്തയാ. ഇപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തപ്പോഴേക്ക് പ്രശ്നം അതാ പറയുന്നത്. എനിക്കുള്ള മറുപടിയല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, ആയിക്കോട്ടെ. അതെന്തായിരിക്കും ആളുകൾക്ക് കേൾക്കാൻ ക്യൂരിയോസിറ്റി ഉള്ള ഒരു ചോദ്യമാണല്ലോ. അതൊക്കെ സമയത്തിനാണ്. മുൻകാലങ്ങളിലൊക്കെ ചില ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്തായാലും. അതിന്റെ ഒരു നിരാശയൊക്കെ ഉണ്ടോ? ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒട്ടുമില്ല, അതിനെ കുറിച്ച് ഒന്നും പ്രതികരിക്കില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഈ ചോദിക്കുമ്പോ കണ്ണിൽ ചില ഓർമ്മകൾ പിന്നെ പറയുന്നു. ഞാനീ പറയുന്നത് എല്ലാത്തിനും അതിന് അന്തരാർത്ഥവും അതിനകത്ത് ഉള്ളിലെ അർത്ഥമൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരിക. എന്ത് ചെയ്യാൻ പറ്റും? എന്നായിരിക്കും എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പറ്റുമോ? അതിപ്പോ സമയമാകുമ്പോ ഞാൻ പറയാം. അല്ല, ഇത് അടുത്തും പറയുന്ന കേട്ടോ ഉടനെ ഉണ്ടാവും എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിരുന്നു. വരട്ടെ. സർപ്രൈസ് ആയിട്ട്. സർപ്രൈസ് ഒന്നുമല്ല, ഇപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കിപ്പോ വലിയ ഒരു ആഡംബരോ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു.